രജിത് സാർ നമസ്കാരം. നമ്മൾ മൂന്നാമത്തെ സെഷനാണ് ഈ ഇരിക്കുന്നത്. ഓക്കെ, മുരുകനുമായിട്ട് ബന്ധപ്പെട്ട 2 സെഷൻ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ മൂന്നാമത്തെ സെഷനിൽ കൂടുതലായിട്ടും നമ്മുടെ ഈ താങ്കൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ അതുമായി ബന്ധിപ്പിക്കുമ്പോൾ അതിനൊരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് താങ്കൾ പറയുന്നു. ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹം ചുമതല ഏൽക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മൂവ്മെന്റോ അല്ലെങ്കിൽ ഒരു മാറ്റമോ ഭാരതത്തിന് ഉണ്ടാകാൻ പോകുന്നുവെന്ന് 2013 താങ്കൾ കണ്ടിരുന്നു എന്ന് താങ്കൾ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് അതുകൊണ്ട് താങ്കൾ ആ സമയത്ത് ഉദ്ദേശിച്ചത്? അതായത് ഭാരതം ഒരു സൂപ്പർ പവറായി മാറാൻ പോകുന്നു എന്ന് താങ്കൾ പറഞ്ഞത് എന്താണ്? ആ സമയത്ത് താങ്കളുടെ മനസ്സിൽ തോന്നിയത്? എങ്ങനെയാണ് ഈ വെളിപാടുകൾ ഉണ്ടാകുന്നത്? 2013 വരെ എനിക്ക് എങ്ങനെയാണ് വെളിപാടുണ്ടായിരുന്ന ഉത്തരം അതാണ് ഞാൻ പറയുന്നത്. 2013 വരെ സ്വപ്നത്തിലൂടെയാണ് കിട്ടുണ്ടായിരുന്നത്. 2013 മുതൽ ജ്യോതി രൂപത്തിൽ, എനർജി രൂപത്തിൽ എനിക്ക് മെസ്സേജിൽ കാണാറുണ്ട്. 2020 ശേഷം അത് ഡീകോഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതൊരു വലിയൊരു പ്രോസസ്സാണ്. ഡീകോഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രോസസ്സിംഗ് ആണ്. അത് എന്നിട്ടാണ് നമുക്കൊരു ഉത്തരം കണ്ടെത്തി വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഈ 2013 മുരുകയുഗം ആരംഭിക്കണേ എന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അത് ഞാൻ മാത്രം പറഞ്ഞത്. അപ്പൊ അതിന്റെ പ്രത്യേകത ഞാൻ അന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭാരതം ലോകത്തിന്റെ വിശ്വഗുരു എന്നുള്ള ലെവലിലേക്ക് തിരിച്ചു വരും, ലോകത്തിന്റെ പവർഫുൾ പൊസിഷനിലേക്ക് വരും. അതിന്റെ ഡ്യൂട്ടികൾ വേണ്ടിയിട്ടാണ് LMRKക്ക് എനിക്ക് ഡ്യൂട്ടി എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കാറ്. അത് കഴിഞ്ഞിട്ട് അപ്പോഴും എനിക്ക് പുറത്ത് പറയാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. 2016 ഞാൻ ഇതിനെ കുറിച്ചൊക്കെ വെളിയിൽ പറഞ്ഞു തുടങ്ങുന്നത്. അതുവരെയൊക്കെ അടുത്ത സുഹൃത്തുക്കളാണ്. 2017 മെയ് 1 നമ്മുടെ LMRK ആരംഭിക്കുന്നത്, പഴനിയിൽ ഷഷ്ടി ദിവസം. 2018 നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടി കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീനിച്ച് ഇംഗ്ലണ്ടിൽ ഗ്രീനിച്ച് ടെംസോളിൽ മുരുകന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഭഗവാൻ എനർജി ലോകത്തോടെ എത്തിക്കുക, ഭാരതത്തിലേക്ക് തിരിച്ച് എനർജി കൊണ്ടുവന്നിട്ട് ഭാരതത്തിന് പവർഫുൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ലെവലായി. 2020 നമ്മുടെ അടുത്ത ഡ്യൂട്ടി വരുന്നത്. അപ്പൊ ഈ 2020 അടുത്ത ഡ്യൂട്ടി ചെയ്യുമ്പോൾ പ്രത്യേകത വെച്ചാൽ സ്വിറ്റ്സർലൻഡിൽ കൊണ്ടിട്ട് ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുകയാണ്. എന്തിനാണ് പ്രതിഷ്ഠിക്കുക? സ്വിറ്റ്സർലൻഡിലാണ് മണി ഇരിക്കുന്ന, എനർജി ഇരിക്കുന്ന സ്ഥലം. നമുക്ക് എല്ലാ കൺട്രീസിലും അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ പഠനം നടത്തി അറിയാം. സിംഗപ്പൂർ ഒരു നദിയുടെ ഒരു സൈഡിലാണ് ബാങ്കുകളുള്ളൂ, വേറെ സൈഡിൽ ബാങ്കുകളില്ല. അവിടെ ചെന്ന് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ചൈനീസ് വാസ്തു പ്രകാരമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയാണ് തത്തനുസരിച്ചാണ് സിംഗപ്പൂർ സിറ്റി ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ആ സിംഗപ്പൂർ ഇത്രയും പവർഫുൾ ആയത്. നമ്മൾ ഇപ്പുറത്തെ അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഇവിടെ ഡോളർ എടുക്കുക, അതിലൊരു ചിഹ്നം കാണാം, ഒരു പിരമിഡ് ഒറ്റ കണ്ണായിട്ട്, കണ്ണ് തുറന്നിട്ട്. അതായത് പഠനത്തിലാണ് ഇലുമിനാറ്റി. ആ ഒരു പവർ അതിൽ വെച്ച കാരണമാണ് അമേരിക്കയുടെ ഡോളർ ലോകം ഭരിച്ചത്. ആ വാഷിംഗ്ടൺ DC എന്ന് പറഞ്ഞ ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കിയിട്ട് ഇലുമിനാറ്റി കണക്കനുസരിച്ചാ, മേസം കണക്കാ, അത് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. അപ്പൊ ഓരോ കൺട്രീസ് അത് ചെയ്ത് നമുക്ക് ഭാരതത്തിലുണ്ടായിരുന്ന ഒരു ആത്മീയ ശക്തിയാണ്. അത് നമ്മൾ കുറെ കാലം ഉപയോഗിച്ച സമയത്ത് നമ്മൾ ഭയങ്കര പവർഫുൾ ആയി, ഉപയോഗിക്കാതിരുന്നപ്പോ തകർന്നിരിപ്പണായി, വീണ്ടും ഉപയോഗിച്ച് തുടങ്ങുകയാണ്. അപ്പൊ ഭാരത ശക്തിയായിരിക്കും. അപ്പൊ ആ സമയത്ത് സ്വിറ്റ്സർലൻഡിൽ കൊണ്ട് പഴനിയിൽ പൂജിച്ച് ഒരു മുരുകന്റെ വിഗ്രഹം വെച്ചാൽ അത് എല്ലാ എനർജി, സമ്പത്തിന്റെ എനർജിയുള്ള സ്ഥലം. എല്ലാ രാജ്യങ്ങളിലും അതുകൊണ്ടാണ് പണം അവിടെ ചെന്ന് ചേർന്നത്, സ്വിസ് ബാങ്കുകൾക്ക് എത്തിപ്പെടുന്നത് ആ ഒരു എനർജി ഉള്ളതുകൊണ്ട്. അവിടെ മുരുകൻ വന്നിരുന്നാൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് പവർഫുൾ ആവും, ഡോളർ തകർന്നു തുടങ്ങും. ഇതെന്ന് പറഞ്ഞതാണ്, 2020 പറഞ്ഞതാ. അന്നൊരാള് സംസാരിക്കുന്നത്. ഇപ്പൊ അങ്ങ് അറിയാം ഡോളറിന്റെ തകർച്ചയെ കുറിച്ചിട്ട് എത്ര മാധ്യമങ്ങളാണ് സംസാരിക്കുന്നത്. അതിനെതിരെ ബ്രിക്സിൽ കറൻസി വരാൻ പോകണു, ഇന്ത്യൻ റുപ്പീസ് 18 രാജ്യങ്ങൾ നേരിട്ട് കൊടുക്കാൻ പറ്റണു, ഇന്ത്യൻ റഷ്യന്ന് എണ്ണ വാങ്ങുന്നു, ഇറാനിന്ന് എണ്ണ വാങ്ങുന്നു. ഇത് 5 കൊല്ലം മുമ്പ് ഭഗവാൻ പറഞ്ഞ് നമ്മൾ ചെയ്തതിന്റെ റിസൾട്ടുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 മുരുകൻ ആരംഭിക്കുമ്പോൾ നമുക്കൊരു പുതിയ പാർലമെന്റ് വരാൻ പോവുകയാണ്, തീരുമാനം എടുക്കുകയാണ്. അതായത് പുതിയ യുഗത്തില് പുതിയ പാർലമെന്റ്, ആ തീരുമാനം മോദിജി എടുക്കുകയാണ്. ഒന്നും അറിയാണ്ട് എടുത്തതാവില്ല. ആ സമയത്ത് വേറൊരു കാര്യം കൊണ്ട് അദ്ദേഹം ചെയ്തു. കൊറോണ സമയത്ത് എല്ലാ ആൾക്കാരോടും വിളക്ക് കൊളുത്തി ചെണ്ട കൊട്ടാൻ പറഞ്ഞായിരുന്നു. ഒരുപാട് ട്രോളുകൾ വന്ന കാര്യമാണ്, അങ്ങനെ ഓർമ്മയുണ്ടാവും കൊറോണ സമയത്ത്. പക്ഷെ അദ്ദേഹം എനിക്ക് വെച്ച കൊറോണയ്ക്കെതിരെയല്ല ചെയ്തത്. പുതിയ യുഗത്തിന് ഇന്ത്യക്കാരെ കൊണ്ട് വരവേൽപ്പിക്കാൻ വേണ്ടി ദീപാവലി എങ്ങനെ വരവേൽപ്പിക്കണു? ശ്രീരാമദേവൻ യുദ്ധത്തിൽ ജയിച്ചു വരുമ്പോൾ വരവേൽപ്പിക്കും, ദൈവം കൊടുത്ത് വരവേൽപ്പിക്കണം. പുതിയ യുഗത്തിൽ ഇന്ത്യക്കാരെ കൊണ്ട് വരവേൽപ്പിക്കുക ചെയ്തത്. അതിന് തെളിവ് അങ്ങനെ നോക്കിയാൽ അറിയാം. അദ്ദേഹം കൊളുത്തിയ വിളക്കും മയിൽ വിളക്കാ. അദ്ദേഹം ഫോട്ടോ ഇപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അദ്ദേഹം ഉപയോഗിച്ച ഡ്രസ്സ് സൗത്ത് ഇന്ത്യൻ ഡ്രസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മയിലിനെ നോക്കിയിട്ട് ഒരു പടാണ് വെള്ളാവിടെയും കൊടുത്തിട്ടുള്ളത്.
അദ്ദേഹം മോളിക്ക് നോക്കി മയിലിനെ നോക്കി നിൽക്കുന്നത്. അപ്പോ എന്നിട്ടാണ് പാർലമെന്റ് ആരംഭിക്കുന്നത്. പാർലമെന്റ് വർക്ക് നടക്കണം. പാർലമെന്റ് വർക്ക് നടക്കുമ്പോ പാർലമെന്റിന്റെ ഉള്ളിൽ മയൂര തീം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ പുതിയ പാർലമെന്റ് മയൂര തീമാണ്. അതിൽ 888 സീറ്റാണ്. കൂട്ടി നോക്കി 6 വരിക. 6 പട വീട് ഒരു സംഖ്യ വരുന്നത്. അപ്പൊ ഇതിനനുസരിച്ച് ചെയ്യണ സമയത്താണ് 2021 ഇതിനിടയിലാണ് 2021 അടുത്ത ഡ്യൂട്ടി ഞങ്ങൾ സ്കന്ദഭാരത മഹായാഗം ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യാറ്. നമ്മൾ ആദ്യ ശങ്കരാചാര്യ സഞ്ചരിച്ച വഴിയിലൂടെ പോയി 4 മഠങ്ങൾ തീർത്ഥം കൊണ്ടുവന്നിട്ടാണ് ഉജ്ജയിനിൽ വെച്ചത്. ഞാൻ നേരത്തെ ഉജ്ജയിന്റെ പ്രത്യേകത പറഞ്ഞു. അവിടെ വെച്ച് പൂജിച്ച് പഴനിയിൽ വെച്ച് യാഗം നടത്തി. അത് നടത്തിയ ദിവസം ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യ ദിവസം 2021. ഈ ശങ്കരാചാര്യ കാര്യം പറയുമ്പോൾ ഇതേപോലത്തെ ഒരു പ്രത്യേകത പറയാം. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ പറയാറുള്ളതാണ്. ഇദ്ദേഹം വരുന്ന സമയത്ത് ഹിന്ദുമതം തകർന്നു തരിപ്പണായിട്ട് കിടക്കുക. അദ്ദേഹം ഭാരതം മുഴുവൻ സഞ്ചരിച്ചിട്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നത്. ഹിന്ദുമതത്തെ തിരിച്ചു കൊണ്ടുവരും. അപ്പൊ അദ്ദേഹം 4 മഠങ്ങൾ സ്ഥാപിച്ചു ഭാരതത്തിലെ 4 സൈഡിൽ. കാരണം ഇദ്ദേഹത്തിന് അറിയായിരുന്നു ഇദ്ദേഹത്തിന്റെ കാലശേഷം വൈദേശിക ആക്രമണങ്ങൾ വരും, വീണ്ടും ഹിന്ദുമതം തകർന്നു തരിപ്പണാവും. അതാവാതിരിക്കാൻ അവിടെ ഒരു എനർജി ബെൽറ്റാണ് അദ്ദേഹം കെട്ടിയത് ഈ 4 മഠങ്ങളെ കൊണ്ട്. ഇപ്പൊ നോക്കിയറിയാം ഈ 4 മഠങ്ങളുടെ ഉള്ളില് ഇത്ര കാലമായിട്ട് എത്ര ആക്രമണം നടന്നിട്ടും ഹിന്ദുമതം അതേപോലെ നിന്നു. അതിന്റെ പുറത്തുള്ളതൊക്കെ തകർന്നു തരിപ്പണാണ് ചെയ്തു. ശ്രദ്ധിച്ചറിയാം. അവിടുന്ന് തൊട്ട് 2021 നമ്മൾ സ്കന്ദഭാരത മഹായാഗം നടത്തിയത്. അപ്പൊ അത് നടത്തുമ്പോൾ നമ്മൾ പറഞ്ഞത് വിക്രമാദിത്യ മഹാരാജാവിന്റെ കാലത്തുള്ള പോലെ ഭാരത സമ്പദ് സമൃദ്ധി ആവണം. അതിന് ഭൂമിക്കടിയിൽ നിന്നുള്ള നിധികൾ കിട്ടണം. ഇപ്പൊ അങ്ങനെ നോക്കൂ, അതിനുശേഷം എത്ര ന്യൂസാ പറഞ്ഞ സ്വർണം കിട്ടി, കൊബാൾട്ട് കിട്ടി, ഓയിൽ കിട്ടി. ഈ അടുത്ത നമ്മൾ കേട്ടു. അതെ, അടുത്തത് 2022 ഡിസംബർ 4 യാഗം നടത്തുന്നത് ചെന്നൈയിൽ വെച്ചിട്ടാ. അതിന്റെ പേരെന്താ ചെന്തമിഴ് വീരച്ചോഴ പെരുവേൽവി എന്നായിരുന്നു. ഈ ചോഴന്മാര് സഞ്ചരിച്ച എല്ലാ സ്ഥലങ്ങളിലൂടെ പോയി മണ്ണെടുത്തുകൊണ്ട് വന്നിട്ടാണ് യാഗം നടത്തിയത്. ആ യാഗത്തിന് പ്രത്യേകത അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ ഡയറക്ഷനിൽ. ചോഴ രാജാക്കന്മാരുടെ കാര്യങ്ങൾ പവർഫുൾ ആയിട്ട് വരണം ഭാരതത്തിന്, തമിഴ് സംസ്കാരം വരുന്നത്. 6 മാസം കഴിഞ്ഞപ്പോഴാണ് പുതിയ പാർലമെന്റിൽ ചോഴന്മാരുടെ ചെങ്കോല് ബഹുമാനപ്പെട്ട മോദിജി പ്രതിഷ്ഠിക്കുന്നത്. അതെങ്ങനെ പ്രതിഷ്ഠിക്കണം വെച്ചാൽ തമിഴ് മന്ത്രം ചൊല്ലിയിട്ടാണ് പ്രതിഷ്ഠിക്കുന്നത്. ഉത്തരേന്ത്യയിൽ ഇത്രയധികം ഹരിദ്വാർന്ന് വിളിക്കാം, കാശിന്ന് വിളിക്കാം, അവരൊന്നും വിളിക്കാണ് തമിഴ്നാട്ടിൽ പഴനിന്ന് 2 പേര് പോയിണ്ടായിരുന്നു. പോയി 6 തമിഴ് മന്ത്രം ചൊല്ലി പുതിയ പാർലമെന്റിൽ തമിഴ് മന്ത്രമാണ് ആദ്യം മുഴങ്ങിയത്. മയിലിന്റെ തീമാണുള്ളത് ചോഴന്മാരുടെ ശൃംഖാരനെ പറ്റി. എന്തുകൊണ്ട്? പുതിയ യുഗത്തിൽ നമ്മുടെ ഭാരതത്തിൽ തീരുമാനം എടുക്കാനുള്ള പവർ, ഭഗവാന്റെ പവർ അവിടെ വേണം. അതുകൊണ്ടാണ് അത് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 2023 യിങ്യാങ് യാഗം നടത്തി. അതായത് നമ്മൾ ഈ യിങ്യാങ് യാഗിന്റെ പ്രത്യേകത തന്നെ ഭാരതത്തിലെ ഒരു കാലത്ത് ഭോഗർനാഥ സിദ്ധർ, പുലിപ്പാണി സിദ്ധർ, അദ്ദേഹത്തിന് ഒരു കാലികനാഥ സിദ്ധർ, ഇവരെല്ലാം ചൈനയിലേക്ക് ഒരുപാട് വട്ടം യാത്ര ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം അവിടെ പോയിട്ട് ഒരു വട്ടം ഭോഗർനാഥ സിദ്ധർ അവിടെ പോയിട്ട് ചൈനീസ് ബോഡിയിൽ ജീവിച്ചു. അദ്ദേഹം അവിടെ ഒരു മതം സ്ഥാപിച്ചു. അതാണ് താവോ മതം. അദ്ദേഹത്തിന് ചൈനീസ് പേര് ലാവോട്സോ എന്നാണ്. അപ്പൊ ഈ ഇങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ, സ്പിരിച്വൽ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു ചൈനയായിട്ട്. കുറെ കാലം കഴിഞ്ഞപ്പോ അത് അടഞ്ഞു പോയി, ഇന്ത്യൻ ചൈന ശത്രുക്കളായി. പക്ഷെ മുരുകയുഗത്തിൽ ഇന്ത്യൻ ചൈന അഗെയിൻ വരണം. ഭാരതം ടോപ്പ് ആവണമെങ്കിൽ, പവർഫുൾ ആവണമെങ്കിൽ അത്രയൊരു ബന്ധം വീണ്ടും ആരംഭിച്ചാലാണ് ഭാരതത്തിന് ടോപ്പ് ആവാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മള് അവിടെ സഞ്ചരിച്ച് അപ്പൊ മണ്ണ് കൊണ്ടുവന്ന് പഴനിയില് ആഗസ്റ്റ് 15 2023 നടത്തി. അപ്പൊ ഞാൻ സിംഗപ്പൂർ പോയിട്ട് താമസിച്ച ലീഡർമാരെ കണ്ടു. അവരോട് പറഞ്ഞു, നിങ്ങളും ഞങ്ങളും ഒരുമിച്ചുള്ള ഒരു വിഭാഗക്കാരാണ്. നിങ്ങളുടെ മുൻപുള്ള ആൾക്കാരും ഞങ്ങളുടെ മുൻപുള്ള ആൾക്കാരും ഒന്നായിട്ട് വന്നതാണ്. നിങ്ങൾ തിരിച്ചു പഴനിയിലേക്ക് വരണം, നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് യാഗം ചെയ്യണമെന്ന് പറഞ്ഞു. അവര് വന്നു, താമസ ലീഡർമാര് വന്നു, പഴനിയിലെ യാഗം നടത്തി. അപ്പൊ അന്ന് യാഗം നടത്തുമ്പോൾ പഴനിയാട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയണ്ടായിരുന്നു, പുതിയ പടിഞ്ഞാറിനെ തള്ളിയ ഒരു പുതിയ ലോകക്രമം, ഇന്ത്യ, ചൈന, റഷ്യ, അതിലേക്ക് ഏഷ്യൻ സൈഡിലേക്ക് മാറും. അതിന്റെ ഡേറ്റാണ് ഭഗവാന്റെ ഇത് തീരുമാനിച്ചത്. അത് 2023 ആഗസ്റ്റ് 15 അത് നടന്നത്. ഇന്നാണ് നമ്മൾ സംസാരിക്കുമ്പോ എല്ലാവരും സംസാരിക്കണ, ലോകം മുഴുവൻ സംസാരിക്കണ ഒരു വാക്കായി മാറി ഇന്ത്യ, ചൈന, റഷ്യ. അതെ, യഥാർത്ഥത്തിൽ ഈ RIC ട്രോയ്ക്ക എന്നുള്ളത് ഇവിടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ നല്ലപോലെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയുള്ള സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ആ വാക്ക് പോലും ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്മൾ ആലോചിച്ച് നോക്കണം. അതിന്റെ കാരണമുണ്ട്. അതിന്റെ കാരണമാണ് നമ്മുടെ അടുത്തൊരു സംഭവം, ഡീപ് സ്റ്റേറ്റ്. അതിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ പക്ഷെ നമ്മുടെ കേരളത്തിലെ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലും പുറത്തുള്ള ഇന്ത്യയിലുള്ള ഭാഗത്തും ലോകത്തുള്ള ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഈ RIC ട്രോയ്ക്ക സഖ്യം എന്ന് പറയുന്ന വാക്ക് നമ്മുടെ സാറ്റലൈറ്റ് മാധ്യമങ്ങളൊന്നും, ഇൻഫാക്ട് ഈ RIC എന്നുള്ള വാക്ക് ഇവിടെയുള്ള
പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ന്യൂസ് ഇന്ത്യ മലയാളമാണ്. നമ്മളാണ് ഈ RIC ട്രോയ്ക്ക എന്ന് പറഞ്ഞൊരു സഖ്യമുണ്ടെന്നും ഇത്രയധികം ചർച്ചകൾ നടന്നു എന്നുള്ളത് സംസാരം. പക്ഷേ ഇതുവരെയും ഇതിനെക്കുറിച്ച് ഇത്രയും ഗംഭീരമായിട്ട് ഇപ്പൊ നരേന്ദ്രമോദി ഇന്ന് ചൈനയിൽ നിൽക്കുകയാണ്, കഴിഞ്ഞ ദിവസം ജപ്പാനിലായിരുന്നു, റഷ്യ പ്രസിഡന്റുമായിട്ട് മീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സഖ്യം വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു പുതിയ ലോകക്രമം ഉണ്ടാകാനുള്ള ഒരു എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വലിയ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഡീപ് സ്റ്റേറ്റ് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ ഇന്ന് ന്യൂസ് ഇന്ത്യ പുറത്തുവിട്ട ഒരു വാർത്ത അത്തരത്തിലുള്ള, അതായത് BJPയുടെ 37 MP ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു CIA എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ പുറത്തുവിട്ട ഒരു വാർത്തയാണ്. അപ്പൊ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദിക്കാനുള്ളത്, ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത്ര പവർഫുൾ ആണോ? ഈ മുരുകയുഗം എന്ന് പറയുന്ന താങ്കളുടെ ആ ഒരു പവറിനെ, ഡീപ് സ്റ്റേറ്റിനെ തകർക്കാനുള്ള കഴിവുണ്ടോ? അത് ഞാൻ ചോദിക്കാനുള്ള കാരണം, താങ്കളുടെ ഒരു പ്രസംഗം ഞാൻ കണ്ടപ്പോൾ അതിനകത്ത് താങ്കൾ പറയുന്നുണ്ടായിരുന്നു, LMRKക്കകത്തും ഡീപ് സ്റ്റേറ്റ് ഉണ്ടായിരിക്കാം എന്ന് താങ്കൾ പറയുന്നുണ്ടായിരുന്നു. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ഇപ്പൊ അത് നമുക്ക് ഈ യാഗത്തിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ 2023 യാഗത്തില് പുതിയ പടിഞ്ഞാറിനെ തള്ളി ഇന്ത്യ, ചൈന, റഷ്യ എന്ന് പുതിയ ലോകക്രമം വരണം. അത് ഭഗവാൻ തീരുമാനിച്ചു, 17 തീരുമാനിച്ചിട്ടുണ്ട്. അത് ഭാരതത്തിനെ സൂപ്പർ പവർ ആക്കും. കാരണം അതൊരു ആവശ്യമാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ പഴയ സാംസ്കാരികമായി ഇത് ഓപ്പൺ ചെയ്യണം. അപ്പൊ അത് ബന്ധം കൂടും എന്ന് 2023 നമ്മൾ സംസാരിക്കും. അങ്ങനെ എത്ര ആൾക്കാർ അത് പറഞ്ഞിരുന്നത് അറിയില്ല. പക്ഷെ ഇപ്പൊ ഇന്ന് ജനങ്ങൾ ലോകം മുഴുവൻ സംസാരിക്കുന്ന വാക്കായിട്ട് മാറി. എന്നിട്ട് അടുത്ത യാഗത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഭഗവാന്റെ, ഇനി നമ്മൾ അടുത്ത യാഗം നടക്കാൻ പോകണുള്ളൂ അടുത്ത കൊല്ലം. അതിനു മുമ്പായിട്ട് 2 അഗ്നിയാഗമാണ് നടക്കാൻ പോണത്, അടുത്ത കൊല്ലം നടക്കാൻ പോണത്. ഈ യാഗത്തിന്റെ മെയിൻ ലക്ഷ്യം ഡീപ് സ്റ്റേറ്റിനെ തകർക്കുക എന്നുള്ളതാണ്, ഭഗവാന്റെ ഡയറക്ഷൻ. ഈ ഡീപ് സ്റ്റേറ്റ് തകർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഭാരതത്തിനെ തൊടാൻ പോലും പറ്റാത്ത ലെവലിലേക്ക് ഭാരതം വളരും. അപ്പൊ അതിനു മുമ്പ് 2 ഹോമം നടത്താൻ പറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഗ്നിഹോമം. കാരണം എല്ലാ യാഗങ്ങളും ഒരു യാഗം ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഈ അഗ്നിയാഗത്തിന് മാത്രം 2 സ്റ്റെപ്പ് ചെയ്തിട്ട് 3ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാനാ പറഞ്ഞു. അപ്പൊ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. ഒന്ന് ഡിസംബറിൽ കഴിഞ്ഞു, ഒന്ന് കഴിഞ്ഞ മെയ് 1 കഴിഞ്ഞു. ഇതിന് ലക്ഷ്യം കഴിഞ്ഞ മെയ് 1 കഴിഞ്ഞ ഡിസംബറിൽ നടക്കണ യാഗത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അഗ്നിയാഗം എത്ര മുമ്പ് ഉണ്ടാവാൻ പോകുന്ന സംഭവങ്ങൾ, ഭാരതത്തിനെതിരെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, ഭാരതത്തിന് സുഹൃത്ത് രാജ്യങ്ങൾ ശത്രുക്കളായിട്ട് മാറും. പിന്നെ ഭാരതത്തിന് വിദേശ ഫണ്ട് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കും. ഭാരതത്തിനുള്ളിൽ കലാപങ്ങൾ നടത്താനുള്ള ശ്രമം ബംഗ്ലാദേശിൽ എങ്ങനെ നടന്നു അതേപോലെയുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഭാരതം പക്ഷെ ഭഗവാന്റെ അനുഗ്രഹത്തിൽ അതിജീവിച്ച് അഗ്നിയാഗത്തോട് കൂടിയിട്ട് അടുത്തോടെ നടക്കുന്ന അഗ്നിയാഗത്തോട് ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും എന്നാണ് ഭഗവാന്റെ എത്ര സമയം എടുക്കും ഇത് എത്ര സമയം എടുക്കും? എത്ര സമയത്തിനുള്ളിൽ? അടുത്ത വർഷം നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷത്തിനുള്ളിൽ നടക്കും. അടുത്ത വർഷത്തിനുള്ളിൽ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതത്തിനൊരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. ആ ഡീപ് സ്റ്റേറ്റ് എന്താന്ന് വെച്ചാൽ അശോകനും 9 പേരും, അശോക ചക്രവർത്തി 9 പേരെന്നുള്ള തിയറി ഉണ്ട്. അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഭയങ്കരമായ അറിവുകൾ 9 പേർക്കായിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ട് നിങ്ങളെ പരമ്പരയായിട്ട് അത് കൊണ്ടുവന്ന് ഭാരതത്തിന്റെ സമയത്ത് ഉപയോഗപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു തിയറിയാണത്, ഒരു നിഗൂഢ തിയറിയാണത്. ശരിക്കും അത് ആക്ച്വലി ഭാരത സ്വാതന്ത്ര്യമായപ്പോ തൊട്ട് ആ പവർ നമുക്ക് ഭാരതത്തിൽ ഇതിന് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതിന് ഉദാഹരണം പറയാന്ന് വെച്ചാൽ, നമുക്ക് ഇത്രയധികം ഹിന്ദുക്കൾ ഉണ്ടായിട്ടും ഹിന്ദു ചിഹ്നങ്ങൾ ഉണ്ടായിട്ടും ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട ചിഹ്നങ്ങൾ ബുദ്ധമത ചിഹ്നങ്ങളാണ്. അശോക സ്തംഭം, അശോക ചക്രം എല്ലാതും. നമ്മൾ ഭരണഘടന എഴുതിയ ഡോക്ടർ അംബേദ്കർ, അദ്ദേഹം പോലെ അവസാന കാലത്ത് ബുദ്ധമതക്കാരനായിട്ട് മാറി. ഈ ഒരു സ്വാധീനം അവിടുന്ന് ഉണ്ടായിരുന്നു. നമ്മൾ 2 അണുവായുധം നടത്തി. ഒന്ന് ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു കോഡ്, രണ്ടാമത് ബുദ്ധ പൂർണിമയില. രണ്ട് ഗവൺമെന്റാ, പക്ഷെ നടന്നത് ഒരേ കണക്ട് ചെയ്തിട്ടാ. അപ്പൊ അതിന്റെ ഒരു സംഭവം ത്രൂ ഔട്ട് കിടക്കുന്നുണ്ട്. ഈ അശോകനും 9 എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ വിക്രമാദിത്യനും നവപണ്ഡിതരും കാണാം. അതിന് മേലെ പോയി കഴിഞ്ഞാൽ മുരുകഭവാനും നവവീരരും കാണാം. അതിന്റെ ഒരു തുടർച്ചയാണ് ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭാരതത്തിൽ പവർഫുൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ യാഗം കഴിഞ്ഞ അടുത്ത യാഗത്തിന്റെ സമയത്ത് ഡീപ് സ്റ്റേറ്റിനെ തകർക്കുക, അതായത് മുരുകഭഗവാൻ ഒരു സൈഡിലും ഡീപ് സ്റ്റേറ്റും മറു സൈഡിലായിട്ട് നിൽക്കുന്ന ഒരു വാറാണ് ഇപ്പൊ നടക്കാൻ പോണത്. നരേന്ദ്രമോദിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞത് 2013 ശേഷം 2014 അദ്ദേഹത്തിന്റെ വരവ്. അദ്ദേഹം 2020 പുതിയ പാർലമെന്റ് വെക്കണം, പാർലമെന്റിലെ അടയാളങ്ങളൊക്കെ കണക്ട് ചെയ്യണു, ചെങ്കോല് വെക്കണം, തമിഴ് ഇത് പ്രതിഷ്ഠിക്കണം, തമിഴ് മന്ത്രം ചൊല്ലിടും. അവിടെ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇതെല്ലാം ബോധപൂർവം ചെയ്യുന്നതാണോ അല്ലെ ഇതൊക്കെ കോയിൻസിഡൻസ്ലി സംഭവിക്കുന്നതാണോ? എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിനും കിട്ടുണ്ടാവാം. അദ്ദേഹം ഒരു സ്പിരിച്വൽ ആളാണ്.
അദ്ദേഹത്തിന് ആ നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ടാവാം. അദ്ദേഹം അതിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടാവാം. എനിക്ക് തോന്നുന്നത് അതൊക്കെ അദ്ദേഹം ആയ കാരണം അതിന്റെ സാധ്യതയുണ്ട്. കാരണം അതൊരു സ്പിരിച്വൽ ലീഡറാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ 2025 പറയൂ. അതിനു മുമ്പ് ഒരു കാര്യം കൂടി. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ മെയ് 1 ഭഗവാൻ അടുത്ത അഗ്നിഹോമം ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ ഈ അഗ്നിഹോമം ചെയ്യാൻ സമയത്ത് ഭഗവാന്റെ ഡയറക്ഷൻ എന്താ വെച്ചാൽ ഈ യാഗം ചെയ്യുന്നത് 3 പേർക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് മുരുകസേനയ്ക്ക് വേണ്ടിയിട്ടാണ്. മുരുകസേന എന്ന് പറഞ്ഞാൽ വീരബാഹുവാണ് അദ്ദേഹത്തിന്റെ കമാൻഡർ, അദ്ദേഹത്തിന്റെ നവവീരനും പിന്നെ അദ്ദേഹത്തിന്റെ മുരുകസേന ഇവർക്കാവണം. 2 സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടിയിട്ടാവണം. 3 ചാണക്യന് വേണ്ടിയിട്ടാവണം. ഇന്ത്യ കണ്ട ഭാരതത്തിന്റെ ഏറ്റവും വലിയ നയതന്ത്രജ്ഞനായ ചാണക്യന് വേണ്ടിയിട്ടാണ്. ഇത് ഡിക്ലെയർ ചെയ്യണത് നമ്മൾ മാർച്ചിലാണ് ഡിക്ലെയർ ചെയ്യുന്നത്. മെയ് 1 നമ്മൾ ആ ഹോമം വെച്ചിട്ടുള്ളത്. അന്ന് പഹൽഗാമില്ല, പാകിസ്ഥാനില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഈ മുരുകസേനയ്ക്ക് വേണ്ടി യാഗം ചെയ്യുമ്പോൾ മെയ് 1 നമ്മൾ യാഗം ചെയ്യാൻ നിൽക്കുമ്പോൾ അതിന്റെ തലേ ദിവസമാണ് നമ്മുടെ ഈ പഹൽഗാമിന്റെ അറ്റാക്ക് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി ഇന്ത്യൻ സേനയ്ക്ക് പരിപൂർണ സ്വാതന്ത്ര്യം അടിക്കാൻ വേണ്ടി, പാകിസ്ഥാനെ അടിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ഈ യാഗത്തിന്റെ തലേദിവസമാണ്. ആ യാഗം കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിലാണ് ഈ അറ്റാക്ക് ഭാരതം ചെയ്യണത്. ഒരു 4 ദിവസത്തിനുള്ളില് അമേരിക്കയുടെ ആളുവായത് ബോംബിന്റെ അതിന്റെ മുകളിൽ പോലെ ബ്രഹ്മോസ് കൊണ്ട് ഇട്ടിട്ട് ലോകത്തിന് മുമ്പിൽ പവർഫുൾ ആയിട്ട് ഭാരതം എങ്ങനെ എത്രത്തോളം ശക്തിയാണെന്ന് കാണിച്ചു കൊടുത്തത് അനുസരിച്ച്. അപ്പൊ ആ യാഗത്തിന് ഭഗവാന്റെ ഡയറക്ഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യൻ സേനയ്ക്ക് ഭഗവാന്റെ സേനയുടെ സഹായം കിട്ടുന്നു. ആ ഒരു അത്ഭുതകരമായ ഒരു യുദ്ധമായിരുന്നു നടന്നത്. അപ്പൊ ഇനി നമ്മൾ അത് കഴിഞ്ഞിട്ട് അടുത്ത യാഗം പോവുകയാണ്. അടുത്ത യാഗത്തിനുള്ളിൽ, അടുത്ത കൊല്ലം നടത്തിയ ഈ യാഗത്തിനുള്ളിൽ ഒരുപാട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇന്ത്യക്കെതിരെ നടക്കാവുന്ന പല കാര്യങ്ങളും ഇതിന്റെ ഇടയിൽ നടക്കും. പക്ഷെ ഓരോ വട്ടവും മുരുകന്റെ അനുഗ്രഹത്തിൽ ഇന്ത്യ വിജയിച്ച് അടുത്ത അഗ്നിയാഹ് ഇന്ത്യക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞോടുകൂടി ഇന്ത്യ ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും. ലോകത്തെ ആര് ഭരിക്കണം എന്ന് ഇന്ത്യ തീരുമാനിക്കും. ഏതൊക്കെ സംഘടനകൾ സംഭവിക്കും. അടുത്ത വർഷം ആവുമ്പോഴേക്കും ഇന്ത്യ അതിന്റെ ഒരു ടോപ്പ് ലെവലിലേക്ക് എത്തിപ്പെടും. പക്ഷെ അടുത്ത യാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഗ്നിയാഗം അതിലേക്കുള്ള യാത്രകളും ഭാരതത്തെ സംബന്ധിച്ചും ഓരോ ദിവസവും വളരെയധികം ശ്രദ്ധിച്ചു പോകേണ്ട സമയമാണ്. പക്ഷെ ഇതിലേക്ക് അതിജീവിച്ച് ഒരുപാട് അനുഗ്രഹത്തിൽ അത് വൻ വിജയത്തിൽ എത്തുവാൻ സാധിച്ചു. ചിലപ്പോ ഇനി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ ഒരു പോക്ക് എങ്ങോട്ടായിരിക്കും, അദ്ദേഹത്തിന്റെ ഭാവി എന്താവും, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? അല്ല, നമ്മളെ സംബന്ധിച്ച് ഒരു ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരികൾക്ക് എന്തായാലും ഒരുപാട് പ്രൊട്ടക്ഷൻ അനുഗ്രഹം ഉണ്ടാവും. അപ്പോ എത്ര തടസ്സങ്ങൾ, എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതൊക്കെ കടന്നു പോവാൻ ഭാരതത്തിന് ടോപ്പ് എത്തിക്കുക എന്നുള്ള ഭഗവാന്റെ തീരുമാനമാണ്. അപ്പൊ അതുകൊണ്ട് ഈ അടുത്ത മെയ് 1 വരെ എന്തായാലും കുറെ കാര്യങ്ങൾ നടക്കും. പക്ഷെ അതിനൊക്കെ ഭാരതം അതിജീവിക്കേണ്ടി ചെയ്യും. നേരത്തെ ആണെങ്കിൽ എന്ന് ചോദിച്ച പോലെ എല്ലാമാർക്കുടെ ഉള്ളിലും വാച്ചിങ്ങൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അത് ഓട്ടോമാറ്റിക്. പക്ഷെ ഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യം അത് പവർഫുൾ ആവണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പലർക്കും ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ആവർത്തിക്കാൻ ഉദ്ദേശിക്കും. നമുക്ക് എന്റെ രാജ്യം നന്നാവായി, വസുദൈവ കുടുംബവും അതൊക്കെ തൽക്കാലം മാറ്റിവെക്കുക. എന്റെ രാജ്യം നന്നാവാന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ അത് ഒരു ജീവിതത്തിൽ നടന്നേ പറ്റും. അത് പഴനിയാണ്ടന്റെ തീരുമാനമാണ്. അപ്പൊ അത് മുന്നോട്ട് പോകാം. എല്ലാ തടസ്സങ്ങളും മാറി ഭാരതം വിജയിക്കും. അഗ്നിയാഗം നടക്കും. സാധിച്ചു. എല്ലാവിധ ആശംസകളും സാർ. താങ്ക് യു സോ മച്ച്.